വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന ഹിനുവും ഇപ്പോൾ ചേട്ടന്റെ ഒപ്പമൊക്കെ ഇരിക്കുകയാണ്. ചേട്ടനും ഇതുപോലെ പലതവണയും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നുവെന്നും തിരിച്ച് വൈഫിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ക്ഷമയൊക്കെ ചോദിക്കുകയാണെങ്കിൽ വൈഫും ക്ഷമിക്കുന്നതായിരിക്കുമെന്നൊക്കെ അറിയിക്കുന്നു. ഹിനുവും ഹെയ്നെ കിസ് ചെയ്യുവാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവനും വീട്ടിൽ പോകാതെ ഇവിടേക്ക് ഇരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവനും ഇനി വീട്ടിലേക്ക് പോക്കൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഹിനുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഹെയ്നാകട്ടെ അവന് മെസ്സേജ് ഒക്കെ അയച്ചു നോക്കുകയാണ്. അതിന് റിപ്ലൈ ആയിട്ട് അവനും "നീ ആദ്യം കിടന്നോ" എന്നായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. അത് കാണുമ്പോഴത്തേക്കും എന്നാൽ ശരി കിടന്നേക്കാമെന്നൊക്കെ അവൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ അവനെ ജീവനോടെ തിന്നുമെന്നൊക്കെയാണോ അവൻ വിചാരിച്ചിരിക്കുന്നത്. അവൻ എന്റെ അടുത്ത് പേടിയാണോ? അങ്ങനെ പേടിക്കുവാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഹെയ്നും സ്വയം ആലോചിച്ചു നോക്കുന്നു. ഹ്യുനുവിനെ അന്വേഷിച്ച് ഹെയ്ൻ എത്തി കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ പോകാൻ തനിക്ക് താല്പര്യമില്ല എന്നും അവൾ ഉറങ്ങിയതിനു ശേഷം മാത്രമേ വീട്ടിലേക്ക് പോകുകയുള്ളൂ എന്നുമായിരുന്നു ഹ്യുനു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കേൾക്കുന്ന അവളും അവിടെ നിന്ന് പോകുന്നു. ഞാൻ ഹെയിന്റെ ഒപ്പം ഉണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കുടിച്ച് ബോധമില്ലാതെയൊക്കെ കിടക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്നൊക്കെ ഹിനുവും പറയുന്നു. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോക്കുകയാണെങ്കിലും എന്നെ തിരിച്ച് വീട്ടിലേക്കൊന്നും കൊണ്ടുപോയി കിടത്തിയേക്കരുതെന്ന് മാത്രമായിരുന്നു ചേട്ടന്റെ അടുത്ത് ഹിനു പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. അങ്ങനെ ഹിനുവിന് ഹെയ്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഇനി തുടർന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുള്ളൂ എന്നൊക്കെ മനസ്സിനെയും പറഞ്ഞു പഠിപ്പിക്കുന്നു. എങ്കിൽ പോലും അവൻ അങ്ങനെ അവളെ വെറുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഹെയ്നും ഹിനുവിന്റെ ഒപ്പം ഒന്നിച്ച് കിടന്നുറങ്ങാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറെ വർഷമായിട്ട് ഒന്നിച്ചല്ലല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അത് തുടർന്നോട്ടെ എന്നും അവൾ വിചാരിക്കുന്നു. ഹ്യുൻവു വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും കുട്ടിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന റൂമിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയായിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുവാനായിട്ട് ഹെയിന്റെ അടുത്ത് അവൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഹെയിൻ ഇപ്പോഴും വർക്കിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് റൂമിലെ സാധനങ്ങളൊക്കെ മാറ്റുന്നതെന്ന് ഹിൻവു ചോദിക്കുമ്പോഴത്തേക്കും ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് അവളും ചോദിക്കുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ ദേഷ്യമാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് സാധനമൊക്കെ മാറ്റുവാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് വളരെ കെയർലെസ് ആയിട്ടൊക്കെ അവൾ സംസാരിക്കുകയാണ്. അതൊക്കെ കണ്ട സമയത്തായിരുന്നു ഹിൻവുവും തിരിച്ച് അതേ റൂമിലേക്കൊക്കെ എത്തിയതിനു ശേഷം തന്റെ മുറിയിലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ ഒരു മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുഞ്ഞിനു വേണ്ടി ഉണ്ടാക്കിയ റൂമിലായിരുന്നു അവനും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്നു മുതലാണ് അവർ രണ്ടുപേരും രണ്ട് റൂമിലൊക്കെ കിടന്നതും. ഹെയ്ന് ഒരുപാട് വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവളും അതൊക്കെ പുറത്ത് കാണിക്കാതെ ഇരുന്നതായിരുന്നു. പക്ഷെ ഹ്യുൻബോന് തന്റെ വിഷമമൊന്നും മൂടി വെക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഹെയ്ൻ ഗർഭിണിയായിരുന്ന സമയത്തെടുത്ത പിക്ചറൊക്കെ ഇപ്പോഴും അവളുടെ ഒപ്പമുണ്ട്. അവളും അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നിനക്ക് കരയുവാനുള്ള അധികാരം പോലും ഇല്ല എന്നൊക്കെ ആയിരുന്നു ഹെയ്നും അന്ന് സ്വയം പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഹെയ്നും ഇരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഹിനുവും വീട്ടിലേക്കൊക്കെ മടങ്ങിയെത്തുന്നു. ഹിനുവു റൂമിലെത്തി കഴിയുമ്പോൾ തന്നെ ഹെയ്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. അവളും ഹിനുവിനെ കാണുമ്പോൾ തന്നെ അവിടെ നിന്നും പോകുന്നു. ഹെയ്നും ഇപ്പോൾ മടങ്ങി പോകുവാനായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോഴാകട്ടെ ആ വില്ലേജിലെ ഒരുപാട് ആൾക്കാരൊക്കെ ഹെയ്നെ കാണുവാനായിട്ടും എത്തിയിരിക്കുന്നു. ഇപ്പോൾ അവരുടെ അടുത്തേക്ക് കൗൺസിലറുടെ അമ്മയൊക്കെ വന്നിരിക്കുകയാണ്. സാധാരണഗതിയിലൊക്കെ സംസാരിച്ച് ഹെയ്ൻ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒന്നുമല്ല, എനിക്കും പണ്ട് ഡിവോഴ്സ് ഒക്കെ ചെയ്യുവാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു, നീയും അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ ആ അമ്മയും ഹിനുവിനോട് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടുകയും ആ ഒരു വിഷയമൊക്കെ മാറ്റുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. ഹിനുവിന്റെ അച്ഛനെ കാണുന്ന കൗൺസിലറുടെ അമ്മയും നീ ഇന്നും ഈ വീട്ടിൽ കിടന്നായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്, ഇതുകൊണ്ടൊക്കെയാണ് ഞാനും ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഹിനുവിന്റെ അച്ഛനെ കുറ്റപ്പെടുത്തുകയാണ്. അവരപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ട് തന്നെ അവർക്ക് തലയ്ക്കൊന്ന് സുഖമില്ലാത്തൊരു വ്യക്തിയാണെന്നൊക്കെ എല്ലാവരും കൂടി ഹെയ്നോട് പറയുന്നു. കീടനാശിനി ഒന്നും അടിക്കാത്ത കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം തന്നെ അമ്മയും ഇപ്പോൾ ഹെയ്ന് നൽകുകയാണ്. ഹെയ്നോട് ഹെൽത്തി ആയിട്ട് ഇരിക്കുവാനായിട്ട് അമ്മ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹെയ്നും ഹിനുവും കൂടി തിരിച്ചു പോകുന്നു. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രിൻസിപ്പളുടെ മകൾക്ക് ഹിനുവിനെ ഇഷ്ടമായിരുന്നുവെന്നും അവന് ലവ് ലെറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്നുമുള്ള കാര്യമൊക്കെ ചേച്ചിയും ഹെയ്നോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെയ്നും അപ്സെറ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കുമെന്നൊക്കെ അവര് വിചാരിക്കുന്നു. ഇന്നലെ ആകട്ടെ അവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നില്ല കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചേട്ടൻ പറയുമ്പോഴത്തേക്കുമാണ് അവർ എത്രത്തോളം സ്നേഹിച്ചിരുന്നു, ഇപ്പോഴെന്തുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ആയിപ്പോയതെന്നൊക്കെ ചേച്ചിയും ഓർക്കുന്നത്. ഇനി പണ്ട് നടന്ന മറ്റൊരു സംഭവം കൂടി കാണിക്കുകയാണ്. ഹെയ്നെ ഇഷ്ടമാണെന്നൊക്കെ ഹിനു പറഞ്ഞ സമയത്ത് ഹെയ്നെ കാണുവാനായിട്ട് ചേച്ചിയും എത്തിയിട്ടുണ്ടായിരുന്നു. ഹിനു വളരെ സ്മാർട്ടും ഹാൻഡ്സമുമാണ്, അതുകൊണ്ടായിരിക്കും നിനക്കും അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എത്ര പശുക്കളുണ്ടെന്ന് അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞങ്ങളുടെ പൂന്തോട്ടത്തിന്റെ സൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞങ്ങളുടെ നാട്ടിൽ ഒരേ ഒരു കട മാത്രമേ ഉള്ളൂ, ആ കട ഞങ്ങളുടേതാണ്. അവൻ ഇവിടെ എടുത്തിട്ടുള്ള വീടിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചേച്ചി ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ തന്നോട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹെയ്ൻ പറയുകയാണ്.
നീയും നിറം മങ്ങിയ തുളകളുള്ള രീതിയിലുള്ള ഡ്രസ്സൊക്കെയാണ് ഇടുന്നതെന്ന് ഹിനു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെക്കാളും പാവപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നീ അവനുമായിട്ട് ബ്രേക്കപ്പ് ആക്കണമെന്നൊക്കെ ചേച്ചി പറയുമ്പോഴത്തേക്കും ഒരിക്കലും ഞാൻ അവനുമായി ബ്രേക്കപ്പ് ആക്കുകയില്ല എന്നൊക്കെ ഹെയ്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ വിവാഹം കഴിക്കുവാനായിട്ട് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള പെൺകുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ട് അവൾക്ക് കുറെ പണം കൂടി നൽകുകയാണ് ചേച്ചിയും. ഹ്യുനു അവിടെ എത്തിയിട്ട് ചേച്ചിയെ വഴക്കൊക്കെ പറയുമ്പോഴത്തേക്കും ചേച്ചിയും ഒന്നുമില്ലെങ്കിലും ഇവള് നിന്റെ ടൈപ്പ് ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. ഹെയ്നും എങ്ങനെയാണ് അവന്റെ ടൈപ്പ് ആളുകൾ എന്നൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഹെയ്ൻ വളരെയധികം ദേഷ്യമുള്ള കൂട്ടത്തിലാണല്ലോ. പക്ഷെ അവനാകട്ടെ കുട്ടിക്കാലം മുതൽ തന്നെ വളരെ പാവമായിട്ടുള്ള പെൺകുട്ടികളെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും അവൻ ആഗ്രഹിച്ചു. ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെയുള്ള പെൺകുട്ടിയെ വേണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ സ്നേഹിക്കുന്ന പെൺകുട്ടി നീ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കേൾക്കേണ്ടതായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഹ്യുനുവും അവളുടെ കൈ പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഹെയ്നും ചേച്ചി കൊടുത്തിട്ടുണ്ടായിരുന്ന പണം കൂടി എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷെ ഹിനുവിന്റെ ഭാഗത്തു നിന്നുമുള്ള മറുപടിയൊക്കെ കേട്ടതിന് ശേഷം ചേച്ചിയും അവരുടെ സ്നേഹമൊക്കെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുമുണ്ടായിരുന്നത്. അത്രത്തോളം സ്നേഹിച്ചിരുന്ന അവര് എങ്ങനെയാണ് ഇത്രത്തോളം പിരിഞ്ഞതെന്നൊക്കെ ആയിരുന്നു ചേട്ടനും ആലോചിക്കുന്നത്. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവർ പരസ്പരം ഒന്നും തന്നെ മിണ്ടിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നത് കൊണ്ടാണ് ഞാൻ ഉറങ്ങാതിരുന്നോന്നൊന്നും നീ വിചാരിച്ചേക്കരുത്. ഇന്നലെ ഞാൻ എന്റെ ബെഡിലൊന്നും അല്ലായിരുന്നല്ലോ കിടന്നിട്ടുണ്ടായിരുന്നത്. എന്റെ കയ്യിൽ ഉറക്ക ഗുളികകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പട്ടിയുടെ കുരയും കൂടി കാരണം എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിലും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളൊന്നും അല്ലല്ലോ. നീ എനിക്ക് വേണ്ടി കാത്തിരുന്നില്ല എന്ന കാര്യം എനിക്ക് നന്നായി തന്നെ അറിയാമെന്നൊക്കെ അവനും പറയുകയാണ്. മഴ ആറുന്നത് കൊണ്ട് തന്നെ അവനും കുടയൊക്കെ നിവർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ മുഴുവനായിട്ടൊക്കെ നനയുകയായിരുന്നു. അതും ഹെയ്ൻ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് അവർ രണ്ടുപേരും കൂടി നടക്കുന്നു. അപ്പോഴേക്കും വീടിന്റെ അകത്ത് നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന ഓൺസിങ് തനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവന്റെ കുടയിലൊക്കെ ഹെയ്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഹെയ്ന്റെ അമ്മയായിരുന്നു ഓൺസിങ്ങിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. ഹെയ്ൻ കൈ കഴുകുമ്പോഴത്തേക്കും കയ്യിൽ പേനയുടെ മഷിയൊക്കെ ഉള്ളത് അവളും ശ്രദ്ധിക്കുന്നു. എന്തോരം കഴുകിയിട്ടും അത് പോക്കുന്നുമുണ്ടായിരുന്നില്ല. നേരത്തെ അവളും ഹ്യുനുവിന്റെ അടുത്ത് ജീവിതരേഖയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈനിന്റെ കൂടെ വരുന്ന രീതിയിലായിരുന്നു പേന വെച്ചും ലൈനൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത്. ഹ്യുനു എവിടെയാണെന്നുള്ള ഐഡിയ ഒന്നും ഹെയ്ന് ഉണ്ടായിരുന്നില്ല. ഹെയ്നും അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളപ്പോൾ ഒരേ റൂമിലല്ലേ കിടക്കുന്നതെന്നൊക്കെ ഉൺസിങ്ങും ചോദിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഗ്രേസ്കോ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ ഉൺസിങ്ങിന്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഹെയ്നും ഹ്യുനുവും രണ്ട് റൂമിലേക്കാണ് കിടന്നുറങ്ങുന്നത്. ഹ്യുനു ആകട്ടെ ഹെയ്ന്റെ പേരൻസിന്റെ ശല്യമൊന്നും സഹിക്കുവാൻ സാധിക്കാതെ ഇരിക്കുകയാണ്. എങ്കിൽ പോലും വർക്കിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം പറയണമെങ്കിലും അവൻ സത്യസന്ധമായിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഏതൊരു കാര്യത്തിലും എപ്പോഴും ഹിനു ആയിരിക്കും പേരൻസിനെ സഹായിക്കുകയും ചെയ്യുക എന്നൊക്കെയാണ് ഗ്രീസ്കോയും പറഞ്ഞത്. ഹെയ്നും ഹിനുവും കണ്ടുമുട്ടിയാൽ എപ്പോഴും അടി കൂടുന്നതാണ്. എങ്കിൽ പോലും വർക്കിന്റെ ഏതൊരു കാര്യം ഹിനു പറയുകയാണെങ്കിലും ഹെയ്ൻ അത് മാത്രമേ കേൾക്കുകയുള്ളൂ. നമ്മളുടെ ഈ ഒരു പ്ലാനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഹിനു നമ്മളെ തടയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഹിനുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഉൺസിങ്ങും ഗ്രേസ്കോയും ഒരുപോലെ പറയുന്നു. സാധാരണഗതിയിൽ വൈഫിന്റെ ആൺസുഹൃത്ത് സ്ഥിരമായിട്ടൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനും നിന്റെ ഹസ്ബൻഡിനോട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് അതൊന്നും തന്നെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹെയ്ന്റെ അടുത്ത് ഉൺസിങ് പറയുമ്പോഴത്തേക്കും അവളും അതെല്ലാം തന്നെ കേട്ടിരിക്കുന്നു. പക്ഷെ ഹിനുവിനെ കാണിക്കുമ്പോൾ അവനാകട്ടെ ഏതെങ്കിലും രീതിയിൽ ഉൺസിങ് ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നൊക്കെ കാണുവാൻ സാധിക്കുമോ എന്ന് അറിയുവാനായിട്ട് ജനൽ വഴിയൊക്കെ നോക്കുകയായിരുന്നു. എന്തായാലും അവനെ ഒരിക്കലും വീട്ടിലേക്ക് ക്ഷണിച്ചത് നല്ല കാര്യമല്ല എന്ന രീതിയിലേക്കാണ് ഹിനുവ സംസാരിക്കുന്നത്. മാത്രമല്ല ഹെയ്നും അവനും നല്ലൊരു റിലേഷൻഷിപ്പിൽ ആയിരുന്നു എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചും ഹിനു ഇപ്പോൾ ആലോചിക്കുന്നു. ഫാമിലിയിലുള്ള എല്ലാ ആളുകൾക്കും പല വീടുകളിലാണ് ഉള്ളതെന്നൊക്കെയാണ് സാധാരണഗതിയിൽ തോന്നുന്നതെങ്കിൽ പോലും ഒരു ബേസ്മെന്റിനെ ചുറ്റിപ്പറ്റി ആയിരുന്നു അവരുടെ എല്ലാവരുടെയും വീടുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ബേസ്മെന്റിൽ എത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഏതൊരാളുടെ വീട്ടിലേക്കും ഡയറക്റ്റ് ആയിട്ട് പോകുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ സൂചോൾ പറയുകയും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഉൻസിങ്ങിനെ അറിയിക്കുകയും ചെയ്യുകയാണ്. ഹ്യുനുവിന്റെ വീട്ടുകാരുടെ ഒപ്പം സന്തോഷത്തോടു കൂടി ഇരുന്ന ഫുഡൊക്കെ കഴിച്ചത് അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മയും അതിനെക്കുറിച്ചൊക്കെ ഹെയ്ന്റെ അടുത്തും പറയുന്നു. നീ സാധാരണ അങ്ങനെ ചിരിച്ചൊന്നും കാണാറില്ലല്ലോ, പ്രത്യേകിച്ച് എന്റെ അടുത്ത് ചിരിക്കാറില്ലല്ലോ എന്നൊക്കെ ഹെയ്ന്റെ അടുത്ത് അമ്മ പറയുമ്പോഴത്തേക്കും അമ്മയും എന്റെ അടുത്ത് ചിരിക്കാറില്ലല്ലോ എന്നൊക്കെ ഹെയ്നും തിരിച്ചു ചോദിക്കുകയാണ്. നിന്റെ അടുത്ത് ഞാനിതിനാണ് അങ്ങനെ ചിരിക്കുന്നതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും അവളും പറഞ്ഞു നേര് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുക, ഞാനില്ലാതെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഫുഡൊക്കെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവളും അവിടെ നിന്ന് പോകുന്നു. ഓൺസിങ്ങും സൂചോളും കൂടി ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്കും അവർ സംസാരിക്കുകയാണ്. സൂചോളും ഹെയ്ന്റെ മുമ്പിൽ താൻ താന്നു കൊടുക്കുന്ന ആളെന്നൊക്കെയാണ് അവന്റെ അടുത്ത് പറയുന്നത്.
ക്വീൻസ് ഗ്രൂപ്പിന്റെ കിരീടം അണിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമൊന്നുമല്ല. നീ തന്നെ എന്റെ തോളുകളിൽ നോക്ക്. ഇവിടെയാകട്ടെ ഒരുപാട് ഭാരങ്ങളും ഒരുപാട് ഉത്തരവാദിത്വങ്ങളും ഞാൻ ചുമന്നുകൊണ്ടൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്റെ ഹൈറ്റ് പോലും കുറഞ്ഞിട്ടുള്ളത്. എന്റെ അമ്മയ്ക്ക് മന്ത്രവാദിനിയിൽ വലിയ വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. ആ ഒരു മന്ത്രവാദിനി ആകട്ടെ ഇവിടുത്തെ പ്രസിഡന്റ് അടുത്തത് ആരാകുമെന്നും COVID-19 ഒക്കെ ഉണ്ടാകുമെന്നും പോലും നേരത്തെ തന്നെ പ്രഡിക്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ആ മന്ത്രവാദിനിയാണ് എനിക്കിത് തന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു പേപ്പറൊക്കെ അവൻ കാണിക്കുകയാണ്. പ്രേതങ്ങളുടെ ശല്യമൊക്കെ ഇല്ലാതാക്കുവാനായിട്ട് സാധാരണഗതിയിൽ മന്ത്രവാദിനികൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പേപ്പറൊക്കെയാണത്. ഈ ഒരു പേപ്പറൊക്കെ ഞാൻ കയ്യിൽ വെക്കുകയാണെങ്കിൽ ഹെയിന്റെ ശല്യമില്ലാതെ എനിക്ക് ഉയരത്തിലൊക്കെ എത്തുവാനായിട്ട് സാധിക്കുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അമ്മയും ഒത്തിരി പൈസയൊക്കെ കൊടുത്തിട്ടായിരുന്നു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പേപ്പർ എന്റെ കയ്യിലുണ്ടോ എന്ന് അമ്മ ചെക്കും ചെയ്യും. എന്ത് ചെയ്യാനാ, ഹെയിന് ഭയങ്കര ശക്തിയുള്ള കൂട്ടത്തിലാണെന്നൊക്കെ അവനും പറയുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.